ജിജി പറഞ്ഞത് ഈ സ്കൂട്ടർ വാങ്ങിയവരെല്ലാം ഇതിൽ കക്ഷി ചേർക്കപ്പെടുന്ന പ്രതി ചേർക്കപ്പെടണം എന്നുള്ള ജിജി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സ്കൂട്ടർ കൊടുത്ത രാധാകൃഷ്ണൻ പ്രതി ചേർക്കപ്പെടണ്ടേ? രാധാകൃഷ്ണൻ സ്കൂട്ടർ കൊടുത്ത 5000 പാവപ്പെട്ട മനുഷ്യർ, ആ പാവപ്പെട്ട സ്ത്രീകളൊക്കെ ഇതിൽ പ്രതി ചേർക്കപ്പെടുമെന്ന് ഞാനത് വളരെ ആശങ്കയോടുകൂടിയാണ് കേൾക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്കൂട്ടർ കൊടുത്ത രാധാകൃഷ്ണൻ പ്രതി ചേർക്കപ്പെടാതിരിക്കുകയും സ്കൂട്ടർ കൊടുത്ത രാധാകൃഷ്ണൻ ഇതിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടി ആ തട്ടിപ്പിൽ പങ്കാളിയായിട്ടുള്ള എൻ രാധാകൃഷ്ണന്റെ സംഘടന ഇതിൽ രക്ഷപ്പെടുകയും സ്കൂട്ടർ വാങ്ങിയിട്ടുള്ള സ്ത്രീകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് കോടതി കയറി ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത് എന്ത് ദൗർഭാഗ്യമാണ്. ഒന്ന്, രണ്ട്, ഇപ്പൊ അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യങ്ങള് എന്താണ് ചേച്ചി? കേസ് തീരില്ല. നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ വിഷയത്തില്. രാധാകൃഷ്ണനും പ്രമീള ദേവിയും ഇക്കാര്യത്തിൽ അവരുടെ ഇടപാട് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ട് നിങ്ങൾ എന്തേ മാറ്റി നിർത്തുന്നില്ല? രാധാകൃഷ്ണൻ സംരക്ഷണ നിലപാടിലെ സുരേന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, രാധാകൃഷ്ണൻ പ്രതി ചേർക്കപ്പെടാൻ യോഗ്യമാണോ? ജിജിയുടെ അഭിപ്രായം എന്താ? ജിജി ഒരു കൊടുക്കാന്ന് പറഞ്ഞു, അവര് മേടിച്ചോണ്ട് പോട്ടെ. അതെങ്ങനെ കൊടുക്കും? രാധാകൃഷ്ണൻ സോഴ്സ് എന്താ ഒന്ന് പറഞ്ഞേ. രാധാകൃഷ്ണൻ ഈ കോടിക്കണക്കിന് രൂപ തിരിച്ചു കൊടുക്കാനുള്ള രാധാകൃഷ്ണന്റെ സോഴ്സ് എന്താ? ഇവിടുന്ന് ബിജെപിയുടെ പാർട്ടി ഫണ്ട് കൊടുക്കോ? തിരിച്ചു കൊടുക്കാന്ന് രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ രാധാകൃഷ്ണന്റെ കയ്യിൽ ചെക്കാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിലവിൽ ബാങ്കിൽ പൈസ ഇല്ല. അപ്പൊ നിലവിൽ ബാങ്കിൽ പൈസ ഇല്ലെങ്കിൽ രാധാകൃഷ്ണൻ എവിടുന്നാണ് ഈ പണം അറേഞ്ച് ചെയ്യാൻ പോകുന്നത്? അല്ല, അതും അന്വേഷിക്കുമല്ലോ. അതും അന്വേഷിച്ചോ? ഞങ്ങൾ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങളുടെ പാർട്ടിക്ക് യാതൊരു വിഷമവുമില്ലേ? ആയിരക്കണക്കിന് സ്ത്രീകൾ നിങ്ങളുടെ കോർ കമ്മിറ്റി മെമ്പറുടെ സംഘടനയാൽ വഞ്ചിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ അതൊക്കെ അന്വേഷിക്കട്ടെ എന്ന നിലപാടാണോ? നിങ്ങളെന്റെ നടപടി എടുക്കാത്ത ഇതാണോ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടി? ഇതാണോ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം? എവിടെ പോയി നിങ്ങളെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം? എവിടെ പോയി നിങ്ങളുടെ വ്യത്യസ്തമായ പാർട്ടി? നിങ്ങൾ കോർ കമ്മിറ്റി മെമ്പറെ സംരക്ഷിച്ചുകൊണ്ടിരിക്കല്ലേ ഇപ്പോഴും? എൻ രാധാകൃഷ്ണനെയും ബി മുരളീധരനെയും കൃഷ്ണകുമാറിനെയൊക്കെ നിങ്ങൾ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ജനങ്ങൾ കാണുന്നില്ല ആയിരക്കണക്കിന് പാവപ്പെട്ട BJP-കാരായ RSS-കാരായിട്ടുള്ള സ്ത്രീകളുടെ പണമാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. മലമ്പുഴയിൽ RSS-കാരായിട്ടുള്ള നല്ല ഉറച്ച സംഘപരിവാർ പശ്ചാത്തലമുള്ള സ്ത്രീകളുടെ പണമാണ് കൃഷ്ണകുമാറിന്റെ ബാങ്ക് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ ഈ കടം വീട്ടും, ഞാൻ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പണം മുഴുവൻ കൊടുക്കുമെന്നാണ് സന്ദീപ് പറഞ്ഞത്. എങ്ങനെ അങ്ങനെയാണ് കടം വീട്ടുന്നത്? സോഴ്സ് അന്വേഷിക്കണ്ടേ? ഒരു രാഷ്ട്രീയ നേതാവ്, സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ അറേഞ്ച് ചെയ്യുന്നത്? അത് നിയമവിരുദ്ധല്ലേ? എന്റെ മകളുടെ ഏത് സ്ഥലം വെക്കുന്ന രാധാകൃഷ്ണനാണെങ്കിലും എന്റെ കുടുംബക്കാരുടെ സ്ഥലം വിറ്റാണെങ്കിലും അദ്ദേഹം ഇത് വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഏത് സ്ഥലം രാധാകൃഷ്ണൻ വിട്ടിരിക്കുന്നത്? രാധാകൃഷ്ണൻ ഒരു സ്ഥലമില്ല. 15-ാം തീയതി പോസ്റ്റ് ഡേറ്റിൽ ചെക്ക് കൊടുത്തു. എവിടുന്ന് പണം വരും? നിങ്ങളെ സോഴ്സ് പറയേ. നിങ്ങൾ പാർട്ടി അന്വേഷിച്ചിട്ടില്ല ഈ കാര്യം. BJP ഒരു പാർട്ടി ശരി, ഓക്കെ. ഏതായാലും ഇപ്പോ നിങ്ങൾ മറുപടി പറയുന്നില്ലല്ലോ. നിങ്ങൾ ED അല്ലേ അന്വേഷിക്കുന്നത്? ശരി, ED എന്തായാലും ഇപ്പോൾ നടപടികൾ എടുത്തിട്ടുണ്ട്. അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലെ 2.35 കോടി മാത്രമാണ് സന്ദീപ് അന്വേഷിക്കുന്നത്. കള്ളപ്പണത്തിന്റെ സോഴ്സാണ് അന്വേഷിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരട്ടെ. ക്രൈംബ്രാഞ്ച് വലിയൊരു അന്വേഷണ സംഘത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംവിധാനം ഇത് അന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷിക്കുന്നതിനെ BJP എതിർക്കുന്നില്ല. ഇത് അന്വേഷണം നടത്തണ്ട എന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാദവും ഞങ്ങൾക്കില്ല. സാധാരണക്കാരുടെ പണം തട്ടിയെടുത്ത അനന്തവിനെയും ആനന്ദകുമാറിനെയും പറ്റിക്കപ്പെട്ട മറ്റ് ട്രസ്റ്റുകാരെയും എല്ലാവരെയും ഇതിന്റെ അകത്ത് നിർത്തി ചോദ്യം ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഇതിന്റെ അകത്ത് ഇന്ന ആളെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സന്ദീപേ. നിങ്ങൾ ഈ ലാലി വിൻസെന്റിന് വേണ്ടി വാദിക്കുന്ന പോലെ ഞങ്ങൾ ഒരാൾക്ക് വേണ്ടി വാദിക്കാൻ വന്നിട്ടൊന്നുമില്ല. വസ്തുത പറഞ്ഞു എന്ന് മാത്രമേ. അത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ല. അവരുടെ വക്കീൽ ഫീസ് എത്രയാണ് എന്ന് എനിക്കറിയില്ല. എത്രയാണ് അറിയില്ല. അത് അവർ തീരുമാനിക്കട്ടെ എന്നാ പറഞ്ഞത്. അതുപോലെ ഞാൻ ആരെയും ടോട്ടൽ അസറ്റ് വാല്യൂ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന്റെ അഫിഡവിറ്റ് പ്രകാരം 1,04,00,000 മാത്രമാണ്. 30 കോടി എവിടുന്ന് അറേഞ്ച് ചെയ്തു? നിങ്ങൾ പറയും 30 കോടി ഓൾറെഡി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എവിടുന്ന് നിങ്ങൾ കോടികൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഈ കൊടുത്ത പോസ്റ്റ് ഡേറ്റഡ് ചെക്കിന്റെ പണമൊക്കെ എവിടുന്നാണ് കിട്ടാൻ പോകുന്നത്?
ആരാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ ഇറക്കാൻ പോകുന്നത്? ബന്ധുക്കളുടെ സ്ഥലം എന്റെ ആദർശിന് വേണ്ടി വിൽക്കുവോ? ഏത് സ്ഥലം വിറ്റിട്ടുള്ളത്? നിങ്ങൾ എങ്ങനെയാ പണം കൊടുക്കുന്നത്? എന്നാണ് സ്ഥലം വിറ്റ് പണം കൊടുക്കാൻ പോകുന്നത്? നമുക്ക് പറയാൻ പറ്റുമോ സന്ദീപേ? പണം തട്ടിപ്പ് കേസ് പറ്റിക്കപ്പെട്ടത് സ്ത്രീകളെ മരുമകൻ നിങ്ങൾ കൈ കഴുകിയോ? കോർ കമ്മിറ്റി മെമ്പർമാരെ നടത്തിയ തട്ടിപ്പ് കോർ കമ്മിറ്റി തട്ടിപ്പാണ്. ഇത് ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി തട്ടിപ്പാണ്, ഉഡായിപ്പാണ്. നിങ്ങൾ ഈ സ്കൂട്ടർ തട്ടിപ്പ് ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി തട്ടിപ്പായി മാറി. ഇതല്ലേ സത്യം? നിങ്ങൾക്ക് ഇപ്പൊ പാവപ്പെട്ട സ്ത്രീകളുടെ പ്രതിബദ്ധതയില്ല. മലമ്പുഴയിലെ യുവ മുരളീധരന്റെ യുവ കോപ്പറേറ്റീവ് മുരളീധരന്റെ സൊസൈറ്റിക്ക് മാർച്ച് ബി.ജെ.പിക്കാരാണ്, ആർ.എസ്.കാരാണ്. കയ്യിൽ നിന്ന് വാങ്ങിയതാണ് പണം. അതാണ് തട്ടിപ്പ് പണം. അനന്തകൃഷ്ണന്റെ കൂടെ നടന്നിരുന്നു എറണാകുളത്ത്. ആരാ നടന്നത്? എന്റെ ആദർശം പുറത്തിറങ്ങാൻ അനന്തകൃഷ്ണൻ വേണമായിരുന്നല്ലോ. കഴിഞ്ഞ 1.5 വർഷക്കാലം എന്റെ ആദർശം അനന്തകൃഷ്ണനും ഒരു ബായി കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ കഴിച്ചവരല്ലേ? ഇത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ? എന്റെ ആദർശം അനന്തകൃഷ്ണൻ പറഞ്ഞാൽ സയാമീസ് ഇരട്ടകളെ പോലെ എറണാകുളത്ത് നടത്തുന്ന ആളുകളല്ലേ? ഇവിടെ ശരി, ഓക്കെ. ആ തർക്കം നിർത്താം. ശരി, ഓക്കെ.